നൊട്ടോറിയസ്, ഇൻഫേമസ്, ലെജൻഡറി ആൻഡ് ബ്രൂട്ടൽ. ഇങ്ങനെയൊക്കെയാണ് ഈ സഖ്യത്തിൻ്റെ കഥയെ പലയിടത്തും വിശേഷിപ്പിക്കുന്നത്. ഒരു വിഭാഗം ഈ കഥയെ ലെജൻഡറി എന്ന് വിളിക്കുന്നു. അതിന് അവരുടേതായ ന്യായങ്ങളുണ്ടാകാം. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ കഥയല്ല, 6 സിംഹങ്ങളുടെ സഖ്യമായ മാപ്പോഗോയുടെ കഥയാണ്. മനുഷ്യരുടെ ഗുണങ്ങൾ ഒരു വന്യജീവിയിൽ ആരോപിക്കുന്നത് തെറ്റാണല്ലോ. മാത്രമല്ല, സിംഹങ്ങൾ അപെക്സ് പ്രെഡേറ്റർ എന്ന ഇനത്തിൽപ്പെട്ട ജീവികളാണ്. ആരെയും വേട്ടയാടും, അവരവരെ തന്നെ ചില ന്യായങ്ങൾക്ക് വേണ്ടി കൊല്ലും. അത്തരം സ്വഭാവ വിശേഷണങ്ങളുള്ള ഒരു ജീവിയിൽ നിന്ന് ഇതിഹാസ തുല്യമായ ഒരു സീരീസ് കഥ പിറക്കുമ്പോൾ അതിൽ കൊന്നതിൻ്റെ കണക്ക് നോക്കി അതിനെ ക്രൂരന്മാർ എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്നാണ് ലെജൻഡറി എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ ന്യായം. കഥ കുപ്രസിദ്ധമാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ ന്യായം, സിംഹങ്ങൾ പൊതുവിൽ ആണുങ്ങളുടെ മാത്രം സഖ്യം ആകാറില്ല. പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളുമൊക്കെ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് സിംഹം ജീവിക്കുന്നത്. അതിന് പ്രൈഡ് എന്ന് പറയും. അതിലെ സ്വന്തം ആൺകുട്ടികൾ വലുതാകുമ്പോൾ അവർ പുറത്തു പോകണം. മറ്റിടങ്ങളിൽ നിന്നും വരുന്ന സിംഹങ്ങൾ പൊതുവിൽ ഇവരെ ആക്രമിക്കാറുണ്ട്. പ്രൈഡിലുള്ള ആൺകുട്ടികൾ അവരോട് മത്സരിച്ച് തോറ്റ് പുറത്തു പോകും. ഇത് സിംഹങ്ങളുടെ ജീവിതചക്രത്തിൻ്റെ ഭാഗമാണ്. ഓരോ സിംഹവും അവരുടെ ജീവിത കാലയളവിൽ 1-2 സിംഹങ്ങളോട് പൊരുതും. ചിലപ്പോൾ കൊല്ലും, ചിലപ്പോൾ മറ്റു സിംഹങ്ങൾക്ക് പരിക്ക് പറ്റും. പുറത്തുനിന്ന് വരുന്ന ആൺസിംഹങ്ങൾ ചിലപ്പോൾ കുടുംബത്തിലെ കുട്ടികളെ കൊല്ലും, പെണ്ണുങ്ങളെ ഈസ്ട്രസിലേക്ക് കിട്ടാൻ വേണ്ടി. ചില ഹൈനകളോട് ചിലപ്പോൾ മത്സരിച്ച് ചിലപ്പോൾ തോറ്റാൽ പരിക്ക് പറ്റി ചാകും. ഇതൊക്കെയാണ് സിംഹത്തിൻ്റെ പ്രൈഡിലെ അഥവാ ഗ്രൂപ്പിലെ പതിവ്. എന്നാൽ സഹോദരങ്ങളായ 5 സിംഹങ്ങളും പുറത്തുനിന്ന് വന്ന ഒരു സിംഹവും കൂട്ടുചേർന്ന് 6 പേരുള്ള ഒരു സഖ്യമുണ്ടാക്കി. മെഗാ പ്രൈഡ് എന്ന ലേബലും വെച്ച് വലിയ ഏരിയയിലെ എല്ലാ സിംഹങ്ങളെ ആക്രമിക്കുകയും 100-ലേറെ സിംഹങ്ങളെ കൊല്ലുകയും ചെയ്താൽ അത് വന്യജീവി എത്തിക്സിന് പോലും എതിരാണ്. അതുകൊണ്ട് നൊട്ടോറിയസ് സ്റ്റോറി എന്ന് വിളിക്കണം എന്ന് ഈ കഥയെ കുപ്രസിദ്ധി എന്ന് ആരോപിക്കുന്നവർ പറയുന്നു. ക്രൂഗർ നാഷണൽ പാർക്കിലെ സാബി സാൻഡ്സിലുള്ള മാപ്പോഗോ ലയൺസിന്റെ കഥ ഞെട്ടിപ്പിക്കുന്നതും കൗതുകമുളവാക്കുന്നതുമായ ഒരു കഥയാണ്. കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നതിന് കഠിനമായ ശിക്ഷാരീതികൾ അവലംബിക്കുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ സുരക്ഷാ കമ്പനിയുടെ പേരിലാണ് ഈ സഖ്യം അറിയപ്പെടുന്നത്, മാപ്പോഗോ. മാപ്പോഗോ സഖ്യത്തിൽ 6 അംഗങ്ങളാണ് ഉള്ളത്. 5 സഹോദരന്മാരും ഒരു വന്നു കയറിയ നോൺ ബ്ലഡ് സഹോദരനും. വന്നു കയറിയ ആൾ മഖ്ലുവാണ്. 1998 ജനിച്ചതും മാപ്പോഗോ സഖ്യത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയതുമായ ഒരു സിംഹം. കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയവനായിരുന്നു അവൻ. അതുകൊണ്ട് മഖ്ലു എന്ന പേര് ലഭിച്ചു. സുലു ഭാഷയിൽ വലിയവൻ എന്നാണ് ഇതിനർത്ഥം. രണ്ടാമത്തെ ആള് പ്രട്ടി ബോയ്. 5 സഹോദരന്മാരിൽ ഒരാളാണ്. കൂട്ടത്തിൽ ഏറ്റവും മുറിവ് കുറവുള്ളവനും അങ്ങേയറ്റം തന്ത്രശാലിയും പോരാട്ടങ്ങൾ ഒഴിവാക്കുന്നവനുമായ ഒരു സിംഹമായതുകൊണ്ട് അവന് പ്രട്ടി ബോയ് എന്ന പേര് ലഭിച്ചു. മൂന്നാമത്തെ ആളാണ് ഏറ്റവും ഇതിഹാസ താരം, മിസ്റ്റർ ടി. മിസ്റ്റർ ടിക്ക് ആ പേര് ലഭിക്കാൻ കാരണം മിസ്റ്റർ ടി എന്ന നായകൻ തന്നെ. എ ടീം എന്ന ടെലി സീരീസിൽ അഭിനയിച്ച കഴുത്തിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ മൊഹാക്ക് ഹെയർ സ്റ്റൈലുള്ള ആ നായകൻ, അതേ ഹെയർ സ്റ്റൈലാണ് നമ്മുടെ മിസ്റ്റർ ടിക്കും. നാലാമത്തെ ആള് സ്ക്യൂസ് പൈൻ. പേരിന്റെ അതേ ലിറ്റററി മീനിങ് ആണ്. നട്ടലിന് നല്ലൊരു പരിക്കുണ്ട്. അങ്ങനെയാണ് അവൻ ആ പേര് ലഭിക്കുന്നത്. 5-ാമത്തെ ആള് ഡ്രെഡ് ലോക്ക്. ഈ അംഗത്തിന്റെ രോമത്തിൽ എന്തോ കുടുങ്ങിയതിനാൽ രോമം ഡ്രെഡ് ലോക്ക് രൂപത്തിൽ കാണപ്പെട്ടു. അതുകൊണ്ട് ആ പേര് അവന് കിട്ടി. 6-ാമത്തെ ആളാണ് കിങ്കി ടെയിൽ. അക്ഷരാർത്ഥത്തിൽ വാലിന്റെ വളവ് നോക്കിയാണ് അവൻ ആ പേര് കിട്ടിയത്. വർഷം 2000 മെയ് ജൂൺ മാസം സ്പാർട്ട പ്രൈഡിൽ നിന്നും ഒരംഗത്തെ നഷ്ടപ്പെട്ടു. 20 മാസം പ്രായമുള്ള ആ പുരുഷൻ പിന്നീട് 5 സഹോദരന്മാരുടെ കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതാണ് മാപ്പോഗോ. മാപ്പോഗോ സഖ്യത്തിന് മനുഷ്യൻ പേരിട്ടതാണെങ്കിലും സഖ്യം ശരിക്കും മാപ്പോഗോ തന്നെ. സിംഹങ്ങളുടെ പതിവ് രീതികളെ തെറ്റിച്ചുകൊണ്ടാണ് ഈ സഖ്യം ഒരു മെഗാ പ്രൈഡായി മാറിയത്. സിംഹങ്ങൾ സാധാരണ ഒരു പ്രൈഡ് രൂപീകരിക്കുമ്പോൾ നിലവിൽ ആൺമക്കൾ 20 മാസമൊക്കെ ആയാൽ പുറത്താക്കപ്പെടും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വേറൊരു പ്രൈഡിൽ അവിടുത്തെ പുരുഷന്മാരെ തോൽപ്പിച്ച് കയറിക്കൂടുകയാണല്ലോ പതിവ്. പക്ഷേ മനുഷ്യരിലെ റിബല് പോലെ സിംഹങ്ങളുടെ ഈ രീതിക്ക് തങ്ങൾ അനുകൂലമല്ല എന്ന രീതിയിൽ വേറെ 5 സഹോദരന്മാരെ ചേർത്ത് ഒരു സഖ്യമുണ്ടാക്കി മഖ്ലു. ആ 5 സഹോദരന്മാരും ഒട്ടും കുറവല്ല. അവരും പ്രൈഡിൽ നിന്ന് പുറത്തു വന്നവരാണ്. മഖ്ലു വന്ന സ്പാർട്ട പ്രൈഡിൽ നിന്ന് തന്നെയാണ് 5 സഹോദരന്മാരും വന്നത്. പക്ഷേ മഖ്ലു 2000-ലാണെങ്കിൽ ബാക്കിയുള്ള 5 സഹോദരന്മാരും 2001-2002 വേനൽക്കാലത്താണ് ജനിച്ചത്. മഖ്ലു ആദ്യമേ പുറത്താക്കപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് പിന്നീട് 2002 ഇവർ പുറത്താക്കപ്പെടുമ്പോൾ കൂട്ടുചേർന്ന് സഖ്യമായതാണ് എന്നാണ് അനുമാനിക്കുന്നത്. 2004-ലാണ് സഖ്യം പടിഞ്ഞാറോട്ട് നീങ്ങി സാബി സാൻഡ്സിലെ മറ്റു പ്രദേശങ്ങൾ പിടിച്ചടക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അതും ഒരു ആധിപത്യ രൂപത്തിൽ. സിംഹങ്ങൾ പ്രൈഡ് ഉണ്ടാക്കുന്നത് പ്രജനനത്തിനും ഭക്ഷണത്തിനുമൊക്കെ വേണ്ടിയിട്ടാണല്ലോ. സിംഹങ്ങൾ കൂട്ടായിട്ടാണ് വേട്ടയാടുന്നത് എന്നതുകൊണ്ട് അവർക്ക് ഒരു പ്രൈഡ് വേണം.
പക്ഷേ ഒരു പ്രൈഡ് മുഴുവൻ ചെന്ന് മറ്റൊരു പ്രൈഡിനെ ആക്രമിച്ച് കീഴടക്കിയ ചരിത്രം സിംഹങ്ങൾക്കിടയിലില്ല. മാപ്പോഗോ സഖ്യം ഒരു കൂട്ടമായി ചേർന്ന് കൂട്ടവേട്ട നടത്തി തിന്നു ജീവിക്കുകയല്ല ചെയ്തത്. അതാണ് നിരീക്ഷകർ ഇവരെ ശ്രദ്ധിക്കാൻ കാരണം. ആധിപത്യത്തിന് വേണ്ടി മറ്റു പ്രൈഡുകളിൽ ചെന്ന് ആക്രമിച്ച് അവരിലെ യുവസിംഹങ്ങളെ കൊന്ന് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ മറ്റു പ്രൈഡുകളിലേക്ക് വീണ്ടും ചെന്ന് അവിടെയും ആധിപത്യം സ്ഥാപിക്കുകയും അവരിലെ എല്ലാ പെണ്ണുങ്ങളിലും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ സഖ്യം. ഇത്തരം വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത് സാധാരണമല്ല. പക്ഷേ ക്രൂഗർ നാഷണൽ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാബിസാൻസ് ഏരിയയിൽ ധാരാളം ഇരകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിംഹങ്ങളുടെ ടെറിറ്ററി പ്രദേശം വളരെ ചെറുതുമായിരുന്നു. ചെറുതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുക പതിവാണല്ലോ. അതിനാൽ ഉഗ്രൻ സിംഹങ്ങൾ ഓരോ പ്രൈഡിലും വേണമായിരുന്നു. അത്തരത്തിൽ 3-4 സിംഹങ്ങളുള്ള മെഗാ പ്രൈഡുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 6 സിംഹങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു സഖ്യം, അതും വെറും ആൺസിംഹങ്ങൾ മാത്രം, അത് അവിടെ സാധാരണമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ 6 പേരടങ്ങുന്ന ഈ സഖ്യം ആദ്യം വേട്ടയിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വേട്ടയിൽ പ്രാവീണ്യം തെളിയിച്ചു. ജിറാഫിനെയും കണ്ടാമൃഗത്തെയും വൈൽഡ് ബീസ്റ്റിനെയും ഒക്കെ അവർ കൊന്നു. അവരുടെ പ്രധാനപ്പെട്ട വേട്ട വൈൽഡ് ബീസ്റ്റ് ആയിരുന്നു, അതായത് കാട്ട് എരുമകൾ. 6 സിംഹങ്ങളുടെ വേട്ടയിലുള്ള പ്രാവീണ്യം എരുമകളെ എളുപ്പം കൊല്ലാൻ അവർക്ക് സാധിച്ചു. ആദ്യത്തെ ടെറിട്ടറി പ്രഖ്യാപനം നടക്കുന്നത് 2006-ലാണ്. അവിടുത്തെ തന്നെ ഒരു മെഗാ പ്രൈഡ് 4 പുരുഷരടങ്ങുന്ന ഒരു റെസിഡൻഷ്യൽ സഖ്യം അതിനെ പരാജയപ്പെടുത്തി അവിടെ വെല്ലുവിളിച്ച് അവിടെ തങ്ങളുടെ പ്രദേശമാക്കി അടയാളപ്പെടുത്തി. ആ 4 സിംഹങ്ങളിൽ ഒരാളെ കൊന്നു, മറ്റു 3 പേരും ഓടിപ്പോയി. ഇതായിരുന്നു മാപ്പോഗോ സിംഹങ്ങളുടെ ഒരു രീതി. ഒന്നുകിൽ ഓടിപ്പോയിക്കൊള്ളണം, അല്ലെങ്കിൽ എതിരിട്ടാൽ കൊല്ലും. അന്നു മുതൽ സാബിസാൻസ് ഏരിയയിൽ ഈ സിംഹങ്ങളുടെ ഭീകര വാഴ്ച ആരംഭിച്ചു. ഇവർക്ക് എതിരിടുന്നതിന് 2 രീതികളാണുള്ളത്. ഒന്ന്, കൂട്ടത്തിലെ ആൺസിംഹങ്ങളെ കൊല്ലും, അല്ലാത്ത പക്ഷം അവർ ഓടിപ്പോയിക്കൊള്ളണം. ഇനി പ്രൈഡിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലും, എന്നിട്ട് അത് ഇവരുടെ പ്രൈഡാക്കി മാറ്റും. ഒട്ടോവ പ്രൈഡ്, റിവർ പ്രൈഡ്, സാല പ്രൈഡ്, അങ്ങനെ ഒരുപാട് പ്രൈഡുകൾ സ്വന്തമാക്കി ഇവർ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്ന് സിംഹങ്ങൾക്കിടയിൽ പതിവില്ല. ഒരു പ്രൈഡിൽ നിൽക്കുക എന്നതല്ലാതെ എല്ലാ കുടുംബങ്ങളിലും പോയി കുട്ടികൾ ഉണ്ടാക്കുക എന്നത് സിംഹങ്ങൾക്കിടയിലെ പതിവായിരുന്നില്ല. പല പ്രൈഡുകളിലേക്കും പോയി വെല്ലുവിളിച്ച് അവിടുത്തെ ആൺസിംഹങ്ങളെ കൊന്ന് തിന്നുക കൂടി ഇവരുടെ രീതിയായിരുന്നു. മാത്രമല്ല, സിംഹക്കുഞ്ഞുങ്ങളെ കൊന്നാൽ ഇവർ തിന്നുമത്രേ. 100-ലേറെ ആൺസിംഹങ്ങളെ ഈ സഖ്യം കൊന്നിട്ടുണ്ട്. ക്രൂഗർ നാഷണൽ പാർക്കിലെ റേഞ്ചർമാർ പറയുന്നത് ഇവർ കൊല്ലാതെ ബാക്കി വെച്ച നട്ടെല്ല് തകർന്ന പല സിംഹങ്ങളെയും അവർ വെടിവെച്ച് കൊന്നിട്ടുണ്ടത്രേ. കാരണം ആക്രമിക്കപ്പെട്ട സിംഹങ്ങളുടെ സ്ഥിതി അത്രക്ക് ദയനീയമായിരുന്നു. എല്ലാ സഖ്യത്തിനും ഒരവസാനമുണ്ട് എന്ന് പറയുന്നത് പോലെ 2010-ൽ മജൻ ഗിലെയിൻസ് എന്ന 5 സിംഹങ്ങളുടെ കൂട്ടുകെട്ട് മാപ്പോഗോ സിംഹങ്ങളെ ആക്രമിച്ചു. അതിൽ കിങ്കിട്ടേല് കൊല്ലപ്പെട്ടു. അടുത്ത 3 വർഷത്തിനുള്ളിൽ 2 സിംഹങ്ങൾ കൂടി അപ്രത്യക്ഷമായി. 2012ഓടുകൂടി സതേൺ പ്രൈഡ് മാപ്പോകളെ ആക്രമിച്ചു. അവർ ശക്തമായതിനാൽ മിസ്റ്റർ ടി അതിൽ കൊല്ലപ്പെട്ടു. ബാക്കിയായ 2 മാപ്പോഗോ സിംഹങ്ങൾ മഖ്ലുവും പ്രട്ടിബോയുമായിരുന്നു. ആ കൊല്ലങ്ങളിൽ അവർ എരുമകളെ വേട്ടയാടുന്നതായി കണ്ടു എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതിൽ പിന്നീട് മഖ്ലുവിനെ 2013-ൽ ഒറ്റയ്ക്ക് കണ്ടു. മാപ്പോഗോ സിംഹങ്ങളുടെ ആക്രമണം കൊണ്ട് മാത്രം സാബിസാൻസിലെ സിംഹങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ കാലയളവിൽ കാട്ടുനായ്ക്കൾ ആ പ്രദേശത്ത് വർദ്ധിച്ചു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത്രയധികം സിംഹങ്ങളെ ഇവർ എന്തിനു കൊന്നൊടുക്കി? ആധിപത്യ സ്വഭാവം ഇവരിൽ ഉണ്ടായിരുന്നോ? മനുഷ്യരെ പോലെ കൂടുതൽ പ്രദേശം തങ്ങൾക്ക് വേണമെന്ന അത്യാഗ്രഹം ഈ സിംഹങ്ങളിലും ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ മനസ്സിൽ മാപ്പോഗോ സിംഹങ്ങൾ കുപ്രസിദ്ധിയിലോ സുപ്രസിദ്ധിയിലോ ജീവിക്കുന്നു.